പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ CV ആനന്ദബോസിൽ നിന്ന് നിർദ്ദേശങ്ങൾ തേടാറുണ്ട്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് റബ്ബർ കർഷകരെ സഹായിക്കാൻ പദ്ധതികൾ തേടിയത്. റബ്ബർ മേഖലയിൽ നിന്നുള്ള നിരവധി പേരുമായി ആശയവിനിമയം നടത്തിയാണ് സുപ്രധാന നിർദ്ദേശങ്ങൾ കൈമാറിയതെന്ന് CV ആനന്ദബോസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. റബ്ബർ കർഷകർക്ക് അഷ്വേർഡ് മിനിമം പ്രൈസ് പ്രഖ്യാപിക്കണം. പറ്റുമെങ്കിൽ റബ്ബർ പാർക്കുകൾ തന്നെ സ്ഥാപിച്ച് വ്യവസായത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം. ഡൈനമിക് ഇമ്പോർട്ട് കൺട്രോൾ മെക്കാനിസം അത് ഏർപ്പെടുത്തി റബ്ബർ വില റബ്ബർ കർഷകർക്ക് അനുകൂലമായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയണം. റബ്ബറും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചുണ്ടാകുന്ന റോഡുകൾ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. കൃഷി മേഖലയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും റബ്ബർ കർഷകർക്ക് നൽകുക. റബ്ബർ കിസാൻ സമ്മാൻ പദ്ധതി ഏർപ്പെടുത്തുക. തൊഴിലാളികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ദേശീയ തലത്തിൽ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ബോർഡ് സ്ഥാപിക്കുക. ഇങ്ങനെ 20ഓളം നിർദ്ദേശങ്ങളാണ് ഗവൺമെൻറ്റിന് മുമ്പിൽ കൊടുത്തിട്ടുള്ളത്. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി, റബ്ബർ ബോർഡ് മുൻ ചെയർമാൻ PC സിറിയക്, PC ജോർജ്, റബ്ബർ ബോർഡ് ചെയർമാൻ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ തേടിയിരുന്നു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ റബ്ബറിനെ അവഗണിക്കാനാവില്ലെന്ന ബോധ്യത്തോടെയാണ് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതെന്നും ആനന്ദ് ബോസ് പറഞ്ഞു. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.